ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റീറ്റെയിൽ ഐ ഡി വീഡിയോയിൽ എങ്ങനെയാണ് ബാങ്കിങ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയുള്ള ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പേയ്മെൻറ്റ് മോഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബാങ്കിങ് ഡീറ്റെയിൽസ് വേണം. സോ എങ്ങനെയാണ് റീറ്റെയിൽ ഐ ഡി സോഫ്റ്റ്വെയറിൽ ബാങ്കിങ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ബാങ്കിങ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഹോം പേജിൽ ബാങ്കിങ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ബാങ്ക് മാസ്റ്റർ, ഇവിടെ ബാങ്കിൻ്റെ നെയിം കൊടുക്കുക. സേവ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ബ്രാഞ്ച് മാസ്റ്റർ സെലക്ട് ചെയ്യുക. ബ്രാഞ്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. കോണ്ടാക്ട് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. IFSC കോഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ബ്രാഞ്ച് കോഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ സേവ് ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷനാണ് ബാങ്ക് അക്കൗണ്ട് രജിസ്ട്രേഷൻ. സോ ബാങ്ക് അക്കൗണ്ട് രജിസ്ട്രേഷൻ കൂടി ചെയ്യുക. അക്കൗണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അക്കൗണ്ട് നെയിം എന്താണോ അത് കൊടുക്കുക. ദെൻ അക്കൗണ്ട് ടൈപ്പ് കൊടുക്കുക. എമൗണ്ട്, ബാലൻസ് എമൗണ്ട് ജസ്റ്റ് ഫോർ റെഫറിങ് സം എമൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാണ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്ത് അതും കൊടുക്കാം. ദെൻ ബാങ്കിങ് ഡീറ്റെയിൽസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ദെൻ സേവ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത്. ബാങ്ക് മാസ്റ്റർ, ബ്രാഞ്ച് മാസ്റ്റർ, ദെൻ ബാങ്ക് അക്കൗണ്ട് രജിസ്ട്രേഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൽ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ആയി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.